സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് സന്തോഷ വാർത്ത. 12 ഇനങ്ങൾ അടങ്ങിയ ക്രിസ്മസ് കിറ്റ് വിതരണം ആരംഭിച്ചു. എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും തന്നെ ശ്രദ്ധിച്ചിരിക്കണം. സബ്സിഡി ഇനത്തിൽ നിരവധി ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണവും സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദ വിവരങ്ങളാണ് പങ്കുവെക്കുന്നത്. എന്തൊക്കെയാണ് ഭക്ഷ്യക്കിറ്റിൽ ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ സബ്സിഡി ഇനങ്ങളുടെ വില നിലവാരം തുടങ്ങിയ വിശദ വിവരങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാനത്തെ വെളിച്ചെണ്ണയുടെ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ വെളിച്ചെണ്ണ വില കുറയും എന്നാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചിരിക്കുന്നത്. സപ്ലൈകോ നോൺ സബ്സിഡി വെളിച്ചെണ്ണയുടെ വിലയിൽ 20 രൂപയുടെ കുറവുണ്ടാകും. 329 രൂപയ്ക്ക് 1 ലിറ്റർ ശബരി വെളിച്ചെണ്ണ സപ്ലൈകോ വഴി നൽകും. നേരത്തെ നോൺ സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ഉണ്ടായിരുന്നത് 349 രൂപയായിരുന്നു. സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് 10 രൂപ കുറയും, 309 രൂപയ്ക്ക് നൽകും. വില വർധനവിന്റെ ഭാരം ജനങ്ങൾ അനുഭവിക്കാതിരിക്കാനാണ് ഇത്തരം ഫെയറുകൾ നടത്തുന്നത്. ഓണക്കാലത്തെ ഇടപെടലിൽ 1386 കോടിയുടെ വിൽപ്പന സപ്ലൈകോ വഴി ഉണ്ടായി. 6 ജില്ലകളിൽ പ്രത്യേക ക്രിസ്മസ് ഫെയറുകൾ ഉണ്ടാകും. 25 രൂപ നിരക്കിൽ 20 കിലോ അരി ലഭിക്കും. ജനുവരി മുതൽ വെള്ള നീല കാർഡുകൾക്ക് ആട്ട ലഭ്യമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ജനുവരി 1 വരെയാണ് സപ്ലൈകോ ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾ നടക്കുക. ഫെയറുകളിൽ കിലോഗ്രാമിന് 25 രൂപ നിരക്കിൽ 20 കിലോ അരി ലഭിക്കും. 500 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങിയാൽ 1 കിലോ ശബരി ഉപ്പിന് 1 രൂപ നൽകിയാൽ മതിയാകും. കൂടാതെ 12 ഉൽപ്പന്നങ്ങൾ അടങ്ങിയ പ്രത്യേക ഭക്ഷ്യക്കിറ്റും ഇന്നു മുതൽ ലഭിച്ചു തുടങ്ങും. 500 രൂപയാണ് കിറ്റിന്റെ വില. പഞ്ചസാര, തേയില, പായസം മിക്സ്, ശബരി, അപ്പം പൊടി, മസാലകൾ എന്നിവ അടങ്ങിയ 667 രൂപയുടെ 12 ഇന കിറ്റാണ് 500 രൂപയ്ക്ക് ലഭിക്കുക. ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് 5 മുതൽ 50% വരെ വിലക്കുറവുണ്ടായിരിക്കും. പ്രമുഖ ബ്രാൻഡുകളുടെ 280 അധികം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകം ഓഫറുകളും ഉണ്ടായിരിക്കും. 6 ജില്ലകളിൽ പ്രത്യേകമായി തയ്യാറാക്കിയ സ്ഥലങ്ങളിലാണ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനം, കൊല്ലം ആശ്രമം മൈതാനം, പത്തനംതിട്ട റോസ് മൗണ്ട് ഓഡിറ്റോറിയം, കോട്ടയം തിരുനക്കര മൈതാനം, അതുപോലെ തന്നെ എറണാകുളം മറൈൻ ഡ്രൈവ്, തൃശൂർ തേക്കിൻകാട് മൈതാനം എന്നിവിടങ്ങളിലാണ് ഫെയറുകൾ ഉണ്ടാവുക. എല്ലാ താലൂക്കുകളിലും സപ്ലൈകോയുടെ ഒരു പ്രധാന വിൽപ്പനശാല ക്രിസ്മസ് ഫെയറായി മാറും. ഉപഭോക്താക്കൾക്കായി പ്രത്യേക കൂപ്പണുകളും ഒരുക്കിയിട്ടുണ്ട്. 1000 രൂപയ്ക്ക് സബ്സിഡി സാധനങ്ങൾ വാങ്ങുമ്പോൾ കൂപ്പൺ വഴി 50 രൂപ ഡിസ്കൗണ്ട് ലഭിക്കും. സപ്ലൈകോയുടെ പെട്രോൾ പമ്പുകളിൽ നിന്നും 250 രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും 1000 രൂപയ്ക്ക് മുകളിൽ ഇന്ധനം നിറയ്ക്കുന്ന മറ്റു വാഹനങ്ങൾക്കും കൂപ്പണുകൾ ലഭ്യമാകും. ക്രിസ്മസ് പുതുവത്സര വിപണിയോട് അനുബന്ധിച്ച് സാധനങ്ങൾ വിലക്കുറവിൽ നൽകാനും തീരുമാനമായിട്ടുണ്ട്. 1 കിലോ ശബരി വെളിച്ചെണ്ണ 329 രൂപയ്ക്ക് ലഭിക്കും. സപ്ലൈകോ വഴി 319 രൂപയ്ക്ക് നൽകുന്ന സബ്സിഡി വെളിച്ചെണ്ണയുടെ വില 309 രൂപയാകും. 1 കിലോ ആട്ട 17 രൂപ നിരക്കിൽ ലഭിക്കും. വെള്ള നീല കാർഡ് ഉടമകൾക്കാണ് ഇത് ലഭിക്കുക. ഈ നിരക്കിൽ 1 കിലോ വരെ സപ്ലൈകോയിൽ നിന്ന് വാങ്ങാം. നേരത്തെ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് മാത്രമായിരുന്നു ഈ ഒരു നിരക്കിൽ ആട്ട നൽകിയിരുന്നത്. അതിപ്പോൾ വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്കും നൽകാനായി തീരുമാനിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിന്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്.